ഹലോ കൂട്ടുകാരെ, 8ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ആയുരാരോഗ്യ സൗഖ്യം എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് പഴഞ്ചൊല്ലുകളാണ് നൽകിയിരിക്കുന്നത്. പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴക്കമുള്ള ചൊല്ലുകളെയാണ് നമ്മൾ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ അവർക്കുണ്ടായിരുന്ന അറിവിനെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച വഴിയാണ് പഴഞ്ചൊല്ലുകൾ. അവർക്കറിയാവുന്ന അറിവുകൾ, അവരുടെ അനുഭവ സമ്പത്ത് എന്നിവ അവർ പഴഞ്ചൊല്ലുകളിലൂടെ അടുത്ത തലമുറകളിലേക്ക് പകർന്നു നൽകുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം, അരവയറുണ്ടാൽ ആരോഗ്യം, ആദി കൂടിയാൽ വ്യാധി, പയ്യെ തിന്നാൽ പനയും തിന്നാം, നടന്നു കൊയ്താൽ ഇരുന്നുണ്ണാം. അപ്പോൾ ഈ പഴഞ്ചൊല്ലുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവിടെ താഴെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? മുകളിൽ കൊടുത്ത പഴഞ്ചൊല്ലുകളെ വ്യാഖ്യാനിക്കുക. അപ്പോൾ പഴഞ്ചൊല്ലുകളുടെ പ്രത്യേകത ഇപ്പോൾ പറഞ്ഞല്ലോ, എന്താണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞു തന്നു അല്ലേ? അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മിക്കവാറും പഴഞ്ചൊല്ലുകൾക്കൊരു താളമുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ പഴഞ്ചൊല്ലിന് എന്താണ്? 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം, ആദി കൂടിയാൽ വ്യാധി, പയ്യെ തിന്നാൽ പനയും തിന്നാം. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ 2 ഭാഗങ്ങളാണ് പഴഞ്ചൊല്ലിന് വരിക. പിന്നെ ഇതിനൊരു താളമുണ്ട്. അപ്പോൾ ഇതിനെന്താണ്? നേരിട്ടൊരർത്ഥം കാണും, രണ്ടാമത്തെ അർത്ഥവും കൂടിയൊക്കെ പഴഞ്ചൊല്ലുകൾക്ക് വരും. ഇപ്പം കൃഷിയുമായി ബന്ധപ്പെട്ടൊരു പഴഞ്ചൊല്ലാണെങ്കിൽ പോലും നമുക്കതിനെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് മറ്റൊരർത്ഥം കൂടി കണ്ടെത്താനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് വ്യാഖ്യാനിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ പഴഞ്ചൊല്ല് നോക്കിയേ. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. എന്താണ് അതിൻ്റെ അർത്ഥം? നന്നായി അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം ലഭിക്കും, അപ്പോൾ സുഖമായി ജീവിക്കാൻ കഴിയും. ഇനി അടുത്തത് നോക്കൂ. അരവയറുണ്ടാൽ ആരോഗ്യം. ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുന്നത് രോഗങ്ങൾക്ക് കാരണമാകും. ആരോഗ്യമുള്ള ശരീരമുണ്ടാകാൻ അരവയർ ഭക്ഷണം മാത്രം മതി. എങ്കിൽ മാത്രമേ ദഹനപ്രക്രിയ നന്നായി നടക്കുകയും നല്ല ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. അടുത്തത് നോക്കൂ. ആദി കൂടിയാൽ വ്യാധി. അമിതമായ ചിന്ത ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. പയ്യെ തിന്നാൽ പനയും തിന്നാം. ക്ഷമയുള്ളവന് നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. എത്ര വലിയ കാര്യമാണെങ്കിലും വളരെ പതിയെ ഘട്ടം ഘട്ടമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഒരിക്കൽ വിജയത്തിലെത്തും. നടന്നു കൊയ്താൽ ഇരുന്നുണ്ണാം. നന്നായി അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കാം. അപ്പോൾ നമ്മുടെ പ്രവേശകത്തിൽ തന്നിരിക്കുന്ന പഴഞ്ചൊല്ലുകളെ നമ്മൾ വ്യാഖ്യാനിച്ചു. ഇതുപോലെ കൂട്ടുകാർക്കറിയാവുന്ന മറ്റ് പഴഞ്ചൊല്ലുകൾ എഴുതി വ്യാഖ്യാനിച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് പോകാം. പുനത്തിൽ കുഞ്ഞബ്ദുള്ള രചിച്ച മരുന്ന് എന്ന നോവലിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കോട്ട് തന്നിരിക്കുന്നത് നോക്കൂ. ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും എന്നല്ലേ ചൊല്ല്. ഉണ്ടവൻ്റെയും ഉണ്ണാത്തവൻ്റെയും അവസ്ഥ ഒന്ന് തന്നെയോ? അപ്പോൾ എന്താണ്? ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും. ഇതൊരു പഴഞ്ചൊല്ലാണ്. അതായത് ഭക്ഷണം കിട്ടിയ ആൾക്ക് എന്താണ്? വിശ്രമിക്കാൻ വേണ്ടി പായ കിട്ടിയില്ല എന്നുള്ളതായിരിക്കും അയാളുടെ പ്രശ്നം. ഇനി ഭക്ഷണം കിട്ടാത്തൊരാൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളതായിരിക്കും പ്രശ്നം. അതായത് മനുഷ്യർക്ക് എപ്പോഴും എന്താണ്? അവരുടെ ആഗ്രഹങ്ങൾ തീരുന്നില്ലല്ലേ? ഒന്ന് കിട്ടുമ്പോൾ മറ്റൊന്നില്ലാത്തതിനെ പറ്റി അവരെന്ത് ചെയ്യുന്നു? ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന. എന്നാൽ തങ്ങൾക്ക് കിട്ടിയതിനെ പറ്റി ഓർത്ത് അവരെന്ത് ചെയ്യില്ല? സമാധാനിക്കില്ല അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മളുടെ ഈ ഒരു പാഠഭാഗത്ത് ഉണ്ടവൻ്റെയും ഉണ്ണാത്തവൻ്റെയും അവസ്ഥ ഒന്ന് തന്നെ ആയിപ്പോയൊരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? പാഠഭാഗത്ത് കാണിക്കുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? പ്രത്യാശയുടെ കിരണങ്ങൾ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് അസുഖം? അധികം നീട്ടാതെ ഒറ്റ വാക്കിൽ പറഞ്ഞോളൂ. ക്ഷീണം, കലശലായ ക്ഷീണം. ഇത്രയും പറഞ്ഞ് അയാൾ ചുണ്ടുകൾ അടച്ചു പിടിച്ചു. എന്തിനാണീ കലശൽ? ക്ഷീണം മാത്രം പോരെ? ഡോക്ടർ സന്തുകുമാർ രോഗിയുടെ കൺപോളകൾ വിടർത്തുകയും നാവ് നോക്കുകയും നാടി പിടിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു. പാല് കുടിക്കാറുണ്ടോ? ഇല്ല. മുട്ട തിന്നാറുണ്ടോ? ഇല്ല. ഇറച്ചിയും മീനും തിന്നാറുണ്ടോ? ഇല്ല. സന്തുകുമാറിന്റെ ഭാവം മാറി. ദേഷ്യവും ഈർഷ്യയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു. പുല്ല് തിന്നാറുണ്ടോ? രോഗി കണ്ണുകൾ പതിയെ ചിമ്മിയ ശേഷം പറഞ്ഞു. സർ, ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപ്പായിയാണ് ഞാൻ. സാർ, അച്ഛനമ്മമാരെയും ഭാര്യാമക്കളെയും പോറ്റാൻ തന്നെ ശമ്പളം തികയുകയില്ല. രോഗിയുടെ ചുമലിൽ തട്ടി സന്തുകുമാർ അയാളെ എഴുന്നേൽപ്പിച്ചു. കട്ടിലിൽ കിടത്തി സ്നേഹത്തോടെയും ദയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചത്. രോഗിയെ നന്നായി പരിശോധിച്ചു. അലമാര തുറന്ന് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം
അദ്ദേഹം അയാൾക്ക് കൊടുത്തു. "ചെങ്ങാതി, തനിക്ക് ഒരു രോഗവുമില്ല. ഭക്ഷണത്തിന്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറും കഴിക്കുക. തരം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ. ഇടയ്ക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം." പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു. "ശരി, പൊയ്ക്കോളൂ," സന്തുകുമാർ പറഞ്ഞു. "പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും. ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ." അപ്പോൾ ഇവിടെ കടന്നു വരുന്നത് നമ്മുടെ ഒരു ഡോക്ടറും ഡോക്ടറിനെ കാണാനായിട്ട് വരുന്ന ദരിദ്രനായിട്ടുള്ള ഒരു മനുഷ്യനുമാണ്. അയാൾക്ക് കലശലായ ക്ഷീണമാണെന്നാണ് ഡോക്ടർ സന്തുകുമാറിനോട് പറയുന്നത്. ഡോക്ടർ അയാളെ പരിശോധിച്ചതിന് ശേഷം അയാളോട് പാല് കുടിക്കാറുണ്ടോ, മുട്ട കഴിക്കാറുണ്ടോ, ഇറച്ചിയും മീനും തിന്നാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ രോഗി ഇതൊന്നും കഴിക്കുന്നില്ല എന്നാണ് മറുപടി പറയുന്നത്. ഇത് കേട്ട സന്തുകുമാറിന് ദേഷ്യം തോന്നിയിട്ട് പിന്നെ നിങ്ങൾ പുല്ലാണോ കഴിക്കാറുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നത് പുല്ല് തിന്ന് പോലും ജീവിക്കാൻ കഴിയാത്ത അത്രയും കഷ്ടപ്പാടിലാണ് താൻ ജീവിക്കുന്നത് എന്നാണ്. കാരണം താനൊരു കൈക്കൂലി വാങ്ങാത്ത ശിപ്പായിയാണെന്ന് അയാൾ പറയുന്നു. ശിപ്പായി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യൂൺ പോലെയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം കൈക്കൂലിയൊന്നും വാങ്ങാതെ കിട്ടുന്ന ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ ശമ്പളം കൊണ്ട് മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയൊക്കെ നോക്കാൻ തന്നെ തികയുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കൂട്ടത്തിൽ പോഷകഗുണമുള്ള ആഹാരങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണെന്ന് പറയുന്നു. ഇത് കേട്ട സന്തുകുമാർ അല്പം അയവ് വരുത്തി അയാളോട് കുറച്ച് സ്നേഹത്തോടുകൂടി പെരുമാറുകയും അയാളെ പരിശോധിച്ചതിന് ശേഷം തങ്ങൾക്ക് അസുഖമൊന്നുമില്ലെന്നും മറിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് താങ്കൾക്കുള്ളത് എന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് ടോണിക്കുകളും മരുന്നുകളും കൊടുത്തതിന് ശേഷം നല്ല നല്ല ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കണമെന്നും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് താങ്കൾക്കുള്ളതെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുപോലെ ഇടയ്ക്കിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മരുന്നുകളും തരാമെന്നും ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം പോവാൻ തുടങ്ങുമ്പോൾ വീണ്ടും പറയുകയാണ്, പുല്ല് മാത്രം തിന്ന് നടന്നാൽ നിങ്ങൾ ചത്തുപോകും. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിങ്ങനെ ഒന്നും കഴിക്കാതെ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ച് നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വളരെ ഒരു സൗഹൃദ ഭാവത്തോടു കൂടി ആരെ യാത്രയാക്കുന്നു? ആ ദരിദ്രനായ മനുഷ്യനെ നമ്മളുടെ ഡോക്ടർ യാത്ര അയക്കുന്നു അല്ലേ. ഇനി അടുത്തത് നോക്കാം. ഡോക്ടർ സന്തുകുമാറിനേക്കാൾ തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യൻ കയറി വന്നു. 60-ലധികം പ്രായം കാണും. വിരലുകൾ നിറയെ സ്വർണ്ണ മോതിരങ്ങൾ, വിലപിടിച്ച സെന്റിന്റെ പരിമളം, ചന്ദന തൈലത്തിന്റെ സുഗന്ധം. "അല്ല, നിങ്ങളിതുവരെ മരിച്ചിട്ടില്ലേ?" ഡോക്ടർ സന്തുകുമാർ ചോദിച്ചു. "ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല." സന്തുകുമാറിന്റെ OPയിലെ ഒരു സ്ഥിരം രോഗിയാണ് ഈ ധനികൻ. ഇയാളെ കാണുമ്പോഴൊക്കെ സന്തുകുമാർ ആദ്യം ചോദിക്കുന്ന കുശലമാണിത്. ഹാഹാ, ധനികൻ പൊട്ടിച്ചിരിക്കുകയാണ്. ബെഞ്ചിലിരുന്ന് കിതപ്പ് മാറ്റിയ ശേഷം ധനികൻ പറഞ്ഞു, "പ്രഷർ നോക്കണം, പഞ്ചസാര നോക്കണം, ECG എടുക്കണം. ദൈവമേ, എനിക്ക് എന്നാണ് പ്രഷർ വരിക? എൻ്റെ മൂത്രത്തിൽ എന്നാണ് പഞ്ചസാരയുണ്ടാവുക?" ധനികന്റെ സ്ഥിരമായ ആവശ്യങ്ങളാണിത്. അദ്ദേഹത്തിന്റെ ധനികരായ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും ഷുഗറും അറ്റാക്കുമുണ്ട്. പലരും കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. "എന്തിനാണ് ഇത്ര നേരത്തെ മരിക്കുന്നത്?" സന്തുകുമാർ ചോദിച്ചു. പതിവായുള്ള ചോദ്യം. "മരിക്കുകയൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. എന്നിട്ട് ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം. അങ്ങനെ രോഗം മാറി ഞാൻ ഒരുപാട് കാലം ജീവിക്കണം. എനിക്കുമില്ലേ ഒരു ഗുളിക കഴിക്കാൻ പൂതി?" ധനികന്റെ കാതിലുള്ള വൈരക്കല്ല് വെച്ച കടുക്കൻ തൊട്ടുകൊണ്ട് സന്തുകുമാർ ചോദിച്ചു. "ലാല, എന്തിനാണ് ഈ കടുക്കൻ? ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക്. അവർക്ക് നല്ല ചേർച്ചയായിരിക്കും." "ഇല്ല, ഞാനിത് ഊരുകയില്ല. പെൺമക്കളില്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനമായിരുന്നല്ലോ ഞാൻ." "സന്തു, നിനക്കറിയാമോ അതൊക്കെ?" സന്തുകുമാറിനെ സന്തു എന്നും ഡോക്ടർ എന്നും ധനികൻ മാറി മാറി വിളിക്കും. അത്രയും അടുപ്പത്തിലാണവർ. OPയിലെ ഒരു പിടി സമയം അപഹരിച്ചുകൊണ്ട് ധനികനും പരിവാരവും ഇറങ്ങി. രണ്ടാമതായിട്ട് ഡോക്ടറെ കാണാൻ വരുന്നത് ഒരു ധനികനായ മനുഷ്യനാണ്. അയാൾക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും തന്നെയില്ല. എങ്കിലും അയാൾ എല്ലാ മാസവും വന്ന് തനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. രോഗം വരാനുള്ള ധനികന്റെ അമിതമായ ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. കാരണം ധനികൻ രോഗങ്ങളെ ഒരു പ്രൗഢിയുടെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. കാരണം ധനികരായിട്ടുള്ള തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ട്. അതുപോലെ തനിക്കും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ വരണമെന്നാണ് ധനികൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്തരം രോഗങ്ങളൊക്കെ വളരെ സമ്പത്തുള്ളവർക്ക് മാത്രം വരുന്ന രോഗങ്ങളായിട്ടാണ് അയാൾ കാണുന്നത്. ഈ രോഗങ്ങൾ വന്ന് പലരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തനിക്ക് മരിക്കുകയൊന്നും വേണ്ട, മറിച്ച് ഈ രോഗങ്ങൾ വന്ന് മരുന്ന് കഴിച്ച് രോഗം മാറി ഒരുപാട് കാലം സുഖമായി ജീവിക്കണമെന്നാണ് ധനികൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തനിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നത്. അസുഖങ്ങൾ വരണേ എന്നാണ് ധനികൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പം വന്നോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ
ഡോക്ടറുടെ അടുത്തേക്ക് ആര് വരുന്നത്? ധനികൻ വരുന്നത്. പക്ഷേ ധനികൻ ആഗ്രഹിക്കുന്ന പോലെ ധനികന് ഈ അസുഖങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള മനുഷ്യരെയാണ് ഇവിടെ കാണുന്നത്. ഒന്ന് പണമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, പോഷകക്കുറവ് മൂലം അസുഖം വന്നൊരു മനുഷ്യനും, എന്നാൽ ഒരുപാട് പണമുള്ളത് കൊണ്ട് തനിക്ക് അസുഖം വന്നിട്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്. രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണല്ലോ. ഇതിപ്പം ദരിദ്രനായ മനുഷ്യന് ഈ ധനികനെ പോലെ പണം ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് അസുഖങ്ങളൊന്നും വരത്തില്ലായിരുന്നു. അയാൾക്ക് ആവശ്യമുള്ള പണം കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യില്ലായിരുന്നു, ഈ അസുഖങ്ങളൊന്നും വരില്ലായിരുന്നു. അതേപോലെ ധനികൻ എന്താണ്, ഇത്രയും പണം ഇല്ലായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ, അയാൾക്ക് ഇങ്ങനെ അസുഖം വരണമെന്നൊരിക്കലും ആഗ്രഹിക്കുകയില്ലായിരുന്നു. അപ്പോൾ രണ്ടുപേരും അവരുടെ എന്താണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒരാൾക്ക് അസുഖം ഉണ്ടാകുന്നു, ഒരാൾക്ക് അസുഖം ഉണ്ടാകാതെ ഇരിക്കുന്നു. പക്ഷേ രണ്ടുപേരും നേരെ തിരിച്ച് ആഗ്രഹിക്കുന്നു. ഒരാൾ എന്താണ്, അസുഖം വന്നതിൽ വിഷമിക്കുന്നു, നേരെ ഭക്ഷണം വാങ്ങി കഴിക്കാൻ പോലും അയാളുടെ കയ്യിൽ പണമില്ല. അപ്പോൾ എന്താണ്, അസുഖം വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷേ അസുഖം വന്ന് ഡോക്ടറെ കാണേണ്ടി വരുന്നു. ഇവിടെ ഒരാൾ ആവശ്യം പോലെ പണമുണ്ട്, ഇഷ്ടമുള്ള ആഹാരമൊക്കെ വാങ്ങി കഴിക്കാം, എല്ലാം ചെയ്യാം, അയാൾക്ക് അസുഖമില്ല, അതിൽ സന്തോഷിക്കുന്നതിന് പകരം തനിക്ക് അസുഖം വരണേ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള രണ്ട് കാഴ്ചപ്പാടുകളുള്ള മനുഷ്യരെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പറഞ്ഞു, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന നോവലിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഈ മരുന്ന് എന്ന് പറയുന്ന നോവല് ഈ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടതും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കഥയൊക്കെ പറയുന്ന ഒരു നോവലാണ് മരുന്ന് എന്ന് പറയുന്ന നോവൽ. അപ്പോൾ ആ നോവലിൽ നിന്ന് എടുത്തൊരു ഭാഗമായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചോദ്യോത്തരങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ചർച്ച ചെയ്യാം. ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും. ഞാൻ പറഞ്ഞേക്കാം. ഈ വാക്യങ്ങൾ വിശകലനം ചെയ്ത് പാഠഭാഗത്ത് തെളിയുന്ന ജീവിതാവസ്ഥ ചർച്ച ചെയ്യുക. അപ്പോൾ നോക്കൂ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന നോവലിൽ നിന്നെടുത്ത ഭാഗമാണ് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗം. ആശുപത്രിയാണ് ഈ ഭാഗത്തെ പശ്ചാത്തലം. പാഠഭാഗത്തിലെ 3 കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തേത് ഡോക്ടറെ കാണാനെത്തിയ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വാക്കുകളാണ്. നല്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാത്തതിന് ഡോക്ടർ ദേഷ്യപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. തന്റെ നിസ്സഹായ അവസ്ഥയാണ് ആ വാക്കുകളിലൂടെ അയാൾ വ്യക്തമാക്കുന്നത്. വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന അയാൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ വാങ്ങിക്കഴിക്കാനുള്ള വഴിയില്ല. പുല്ലുപോലും തിന്നാൻ വകയില്ല എന്ന പ്രയോഗത്തിലൂടെ താൻ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് എന്ന് ഡോക്ടറെ അറിയിക്കുകയാണ് അയാൾ. രണ്ടാമത്തെ സംഭാഷണ ഭാഗം ഡോക്ടറെ കാണാനെത്തുന്ന ധനികന്റെയാണ്. തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ടെന്നും തനിക്കും അതുകൊണ്ട് ആ അസുഖങ്ങളെല്ലാം വരണമെന്നും എന്നിട്ട് ചികിത്സിച്ച് ഭേദമാക്കണമെന്നും ആണ് അയാളുടെ ആഗ്രഹം. എന്നാൽ ധനികന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. നല്ല നല്ല രോഗങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. മൂന്നാമത്തെ വാക്കുകൾ ഡോക്ടർ സന്തുകുമാറിൻ്റെതാണ്. രോഗികളോട് വളരെ സൗഹാർദ്ദപരമായി ഇടപെടുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. ആദ്യം ഭക്ഷണം കഴിക്കാത്തതിന് ദേഷ്യപ്പെടുന്നുവെങ്കിലും പിന്നീട് അയാളുടെ അവസ്ഥ മനസ്സിലാക്കി സ്നേഹത്തോടുകൂടി പരിചരിക്കുന്നു. മാത്രവുമല്ല, നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യം വീണ്ടും ക്ഷയിക്കുമെന്നും ക്ഷീണം കൂടുമെന്നുമുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അത് നർമ്മം കലർത്തി ഓർമ്മിപ്പിക്കുന്ന സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തരായ 3 മനുഷ്യരാണ് ഈ പാഠഭാഗത്ത് കടന്നു വരുന്നത്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്തുകൊണ്ട് വേണം ചർച്ചയിൽ പങ്കെടുക്കാൻ. കേട്ടോ കൂട്ടുകാരെ? അടുത്ത ചോദ്യം നോക്കാം. തത്സമയ ചിരിയരങ്ങ്. കഥയിലെ ഡോക്ടർ, ദരിദ്രനായ രോഗി, സമ്പന്നർ എന്നിവരുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ഈ കഥാപാത്രങ്ങളെ നിങ്ങളാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ എന്തെല്ലാം തമാശകൾ പറയും? സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഒരു തത്സമയ ചിരിയരങ്ങ് അഥവാ സ്റ്റാൻഡപ്പ് കോമഡി സംഘടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പാഠഭാഗം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഓരോ കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു സ്റ്റാൻഡപ്പ് കോമഡി തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? രസകരമായ സന്ദർഭങ്ങൾ വേണം, ചിരി ഉണർത്തുന്നതും കുറിക്കുകൊള്ളുന്നതുമായ സംഭാഷണങ്ങൾ വേണം, കഥാപാത്രങ്ങളുടെ അംഗചലനങ്ങൾ വേണം അല്ലേ, അതുപോലെ തന്നെ അവരുടെ ഭാവങ്ങൾ നിങ്ങൾക്ക് കാണിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങൾ ക്ലാസ്സിലെല്ലാ കുട്ടികളും അവതരിപ്പിക്കണം കേട്ടോ. അടുത്ത നോക്കൂ, കണ്ടെത്താം എഴുതാം. കലശലായ ക്ഷീണം, നന്നായി പരിശോധിച്ചു, വേഗം എത്തിച്ചു കൊടുക്കണം. അടിവരയിട്ട പദങ്ങൾ ആശയതലത്തിൽ വരുത്തുന്ന മാറ്റം എന്തെന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ ഏതൊക്കെ വാക്കുകളിലാണ് അടിവരയിട്ടിരിക്കുന്നത്? കലശലായ ക്ഷീണം എന്നുള്ളതിൽ കലശലായ എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ നന്നായി പരിശോധിച്ചു, നന്നായി എന്നുള്ളതിൻ്റെ അടിയിൽ വരയിട്ടിട്ടുണ്ട്. വേഗം എത്തിച്ചു കൊടുക്കണം, അവിടെ വേഗം എന്നതിൻ്റെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത്. അപ്പോൾ അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ.
അടിവരയിട്ട പദങ്ങൾ വിശേഷണങ്ങളാണ്. വിശേഷണങ്ങൾക്ക് വ്യാകരണത്തിൽ ഭേദകം എന്നാണ് പറയുന്നത്. ഇവ ആശയത്തെ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് ഭേദകം എന്ന് ഒന്നുകൂടെ നോക്കാം. ഭേദകം നാമങ്ങളുടെയോ ക്രിയയുടെയോ ഗുണത്തെ എടുത്തു കാണിക്കുന്ന ശബ്ദങ്ങളാണ് ഭേദകങ്ങൾ. ഇവ നാമത്തെയോ ക്രിയയെയോ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ കലശലായ, നന്നായി, വേഗം എന്നൊക്കെ ഉള്ളത് എന്താണ്? ഭേദകങ്ങളാണ്. ഇപ്പം നമ്മൾ മിടുക്കനായ കുട്ടി, സമർത്ഥനായ കുട്ടി എന്നൊക്കെ പറയുമ്പം മിടുക്കനായ എന്ന് പറയുന്നത് എന്താണ്? ആ കുട്ടിയുടെ ഒരു ഗുണമാണല്ലേ. അപ്പോൾ മിടുക്കനായ എന്ന പദം എന്താണ്? വിശേഷണമാണ്. അതുപോലെ സമർത്ഥനായ കുട്ടി എന്ന് പറയുമ്പോൾ സമർത്ഥനായ എന്നുള്ളത് എന്താണ്? ഒരു വിശേഷണമാണ് കേട്ടോ. ഇതുപോലെയുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. വരയും ചിരിയും. കലാവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കാർട്ടൂൺ രചന പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠത്തിലെ ഉചിത സന്ദർഭങ്ങളെ കാർട്ടൂണാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾ കലാവിദ്യാഭ്യാസം നടക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സ്കൂളിൽ അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചിത്രങ്ങളും കാർട്ടൂണുകളൊക്കെ വരയ്ക്കാറില്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭങ്ങളെടുത്ത് കാർട്ടൂൺ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സർവേ ഫോറം. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലീ രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ മുന്നോടിയായി വിവരശേഖരണം നടത്തുന്നതിന് ഒരു സർവേ ഫോറം തയ്യാറാക്കുക. അപ്പോൾ സർവേ ഫോറത്തിൽ എന്തൊക്കെ വേണം? പ്രദേശത്തിൻ്റെ പേരും തരവും വേണം, വ്യക്തിഗത വിവരങ്ങൾ വേണം, ശേഖരിക്കേണ്ട വിവരങ്ങൾ, ചോദ്യാവലി, സമയക്രമം, ഇങ്ങനെ പല കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പം ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒരു സാമ്പിളാണ് കേട്ടോ, ഒരു ഉദാഹരണം മാത്രമാണ് തന്നിരിക്കുന്നത്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒത്തിരി ചോദ്യങ്ങൾ, നിങ്ങൾക്കൊരു മാതൃക മാത്രമല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ട് ഇതുപോലെ എന്തൊക്കെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഉൾപ്പെടുത്തുക എന്ന് മനസ്സിലാക്കി നല്ല രീതിയിലൊരു സർവേ ഫോറം തയ്യാറാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. പേര്, വയസ്സ്, ലിംഗം, മേൽവിലാസം, നീളം, ശരീരഭാരം, BMI, ജന്മന അസുഖങ്ങളുള്ളവരാണോ, ദിവസവും കൃത്യമായി വ്യായാമം ചെയ്യാറുണ്ടോ, രക്തം പരിശോധിക്കാറുണ്ടോ, സ്ഥിരമായി അസുഖങ്ങൾ വരാറുണ്ടോ, സ്ഥിരമായി എന്തെങ്കിലും മരുന്ന് കഴിക്കാറുണ്ടോ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവയിൽ ഏതെങ്കിലും ഉണ്ടോ, ദിവസവും 20 മിനിറ്റ് നടക്കാറുണ്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റു ചോദ്യങ്ങൾ എന്ത് ചെയ്യുക ഉൾപ്പെടുത്താം കേട്ടോ. അടുത്തത് നോക്കൂ. VKN എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കഥാസമാഹാരമാണ് പയ്യൻ കഥകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകളിലെ കഥാപാത്രം എന്ന് പറയുന്നത് പയ്യനായിരിക്കും. പേരൊന്നുമില്ല, പയ്യൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പയ്യൻ കഥകൾ എന്ന് പറയുന്ന സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിലനിൽപ്പീയം എന്നാണ് നമ്മളുടെ കഥയുടെ പേര്. അപ്പോൾ നമുക്ക് ആ കഥയെന്ന് നോക്കാം. നിലനിൽപ്പീയം. പല്ല് തേച്ച് പ്രാതലിനിരുന്നു. ആവിയിൽ വിടർന്ന വെള്ളാമ്പലിടലികൾ. 2 ഇഡലി ചട്നിയിൽ മുക്കി തിന്നു. 2 എണ്ണം പൊടി കൂട്ടി തിന്നു. 2 എണ്ണം മുളകരച്ചത് കൂട്ടി തിന്നു. 2 എണ്ണം പഞ്ചസാര ചേർത്ത് തിന്നു. 2 ഗ്ലാസ് കാപ്പി കുടിച്ചു. പഴയരി ചോറ്, വെണ്ടയ്ക്ക സാമ്പാർ, ഇളവനും പച്ചമുളകും ചേർത്ത് ഓലൻ, വഴുതനങ്ങയും ഉള്ളിയും ചേർത്തുള്ള മെഴുക്ക് പുരട്ടി, കടുമാങ്ങ, പപ്പടം, മോര് ഉണ്ടു. അട്ടം മുട്ടുന്നതുവരെ ഉണ്ടു. ട്രാൻസിസ്റ്റർ എടുത്ത് കിടപ്പുമുറിയിൽ പോയി. റേഡിയോ തലയ്ക്ക് വെച്ച് കിടന്നു. തിരുവനന്തപുരം, തൃശൂർ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ കേട്ടു. തൊഴിലാളി മണ്ഡലം തുടങ്ങിയപ്പോൾ ബോധം കിട്ടു. 2 മണിക്ക് പ്രക്ഷേപണം അവസാനിച്ചപ്പോൾ ബോധം തിരിച്ചു കിട്ടി. 3 മണിവരെ കിടന്നുറങ്ങി. 3:30 ചായ. പലഹാരം. അരിയും ഉഴുന്നും മുളകും ഉള്ളിയും ഉപ്പും പരിക്കനായി അരച്ച് മുരിങ്ങയില ചേർത്ത് നിർമ്മിച്ച അപ്പമായിരുന്നു. 3 എണ്ണം തിന്നു. തളരുവോളം ചായ കുടിച്ചു. സായന്തനത്തിൻ്റെ പുറത്ത് സവാരിക്കിറങ്ങി. ബഹുദൂരം നടന്നു. വഴിക്ക് ആരോടും മിണ്ടിയില്ല. സന്ധ്യയ്ക്ക് ഗ്രഹം പൂകി. അസന ഏലാതി എണ്ണയും ചന്ദന സോപ്പും തേച്ചു കുളിച്ചു. 8-ന് അത്താഴം. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും പാലും. 10 മണിക്ക് ഉറങ്ങാൻ കിടന്നു. ജീവിതത്തിൽ കൃതകൃത്യത അനുഭവപ്പെട്ടു. ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു. തിന്നേണ്ടതെല്ലാം തിന്നിരിക്കുന്നു. ഇനി മരിക്കാം. ഇതൊരു ചാൻസാണ്. മരിക്കാൻ കിടന്നു. യഥാസമയം മരിച്ചു. പുലർച്ചെ ശവമെടുത്തു. വീട്ടുകാർ കേൾക്കാത്തത്ര ദൂരത്തായപ്പോൾ പയ്യൻ ശവമഞ്ചവാഹകരോട് ചോദിച്ചു, അവിടെയും രാവിലെ ഇഡലി തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ ഈ കഥയിലെയും കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? പയ്യൻ എന്നാണ് കേട്ടോ. അപ്പോൾ പയ്യൻ എന്ത് ചെയ്യുന്നു? രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് വന്നിട്ട് ഇഡലി കഴിക്കുകയാണല്ലേ. വിശപ്പിന് വേണ്ടി മാത്രമല്ല, വെറുതെ അങ്ങ് ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്ത് ചെയ്യുന്നു? ചട്നിയിൽ മുക്കി തിന്നുന്നു. പിന്നെ ഇഡലിപ്പൊടി കൂട്ടി കഴിക്കുന്നു. പിന്നെന്താണ്? മുളകരച്ചത് ചേർത്ത് കഴിക്കുന്നു. പഞ്ചസാര ചേർത്ത് കഴിക്കുന്നു. പിന്നെ കാപ്പി കുടിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ജോലിക്കൊന്നും പോകുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഉച്ചയാകുമ്പോഴത്തേനും ആ ചോറും ഒരുപാട് കറികളൊക്കെ കൂട്ടി ഊണ് കഴിക്കുന്നു. അതും അട്ടം മുട്ടുന്നത് വരെ ഉണ്ടു എന്നാണ്. വയറങ്ങ് നിറഞ്ഞു
പറഞ്ഞ് കവിയുന്നിടം വരെ എന്താണ് ചോറ് കഴിച്ചിട്ട് കിടപ്പ് മുറിയിൽ പോയി റേഡിയോയും എടുത്ത് കിടക്കുന്നു. അപ്പോൾ അതിനകത്ത് വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ തൊഴിലാളി മണ്ഡലം തുടങ്ങിയപ്പോൾ ബോധം കെട്ടു, 2 മണിക്ക് പ്രക്ഷേപണം തീർന്നപ്പോൾ ഉണർന്നു എന്നാണ് പറയുന്നത്. അതായത് ജോലിക്ക് പോകുന്ന കാര്യം അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അത് മാത്രമാണ് ഉള്ളതല്ലേ. അപ്പം ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു, വീണ്ടും എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യുകയാണ്, കാപ്പി കുടിക്കുകയാണ്. കാപ്പി കുടിക്കുന്നു. പിന്നെന്താണ്, അരിയും ഉഴുന്നും മുളകും ഉള്ളിയും ഒക്കെ ചേർത്ത് പരിക്കനായി അരച്ചെടുത്ത മുരിങ്ങയിലൊക്കെ ചേർത്ത് അപ്പം എന്ത് ചെയ്യുന്നു, കഴിക്കുന്നു. അതും കഴിച്ചതിന് ശേഷം കുറച്ച് നേരം എന്ത് ചെയ്യുന്നു, സവാരിക്ക് വേണ്ടി ഇറങ്ങുന്നു. കുറച്ച് നേരം നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് കുളിച്ചിട്ട് എന്ത് ചെയ്യാണ്, വീണ്ടും അടുത്ത ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അപ്പോൾ മരിക്കാൻ പോവുകയാണ്. അതായത് ദിവസം മുഴുവൻ വയറു നിറയെ ആഹാരം കഴിച്ചു, തൻ്റെ ജീവിതം തന്നെ പൂർത്തിയായതുപോലെ തോന്നുകയാണ്. അതായത് ആഹാരത്തോട് മാത്രം അമിതമായ ആസക്തി പുലർത്തുന്ന ആളുകളെ പരിഹസിക്കുകയാണ്. അതായത് ഇവർ ആഹാരം കഴിച്ച് അവരുടെ ജീവിതത്തിന് സാഫല്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മരിച്ച് എന്താണ് ശവമഞ്ചം എടുത്തുകൊണ്ട് പോകുമ്പോഴും അവരോട് ചോദിക്കുന്നത് എന്താണ്, മരിച്ചു ചെല്ലുന്നിടത്തും ഏടിൽ തന്നെയാണോ ഉള്ളതെന്നാണ് എന്ത് ചെയ്യുന്നത്, അന്വേഷിക്കുന്നത്. അതായത് ഇനി മരിച്ച് അടുത്ത ലോകത്ത് നിന്നിട്ട് അവിടെയും ചെന്ന് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാമെന്ന് മാത്രം ചിന്തിക്കുന്നു. മരണത്തിൽ പോലും ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകളല്ലേ. അതായത് വേറെ എന്താണ് കായികപരമായിട്ടുള്ള ഒന്നിലും ഇടപെടുന്നില്ല, കലാപരമായിട്ടുള്ള ഒന്നിലും ഇടപെടുന്നില്ല. ഇതിലൊന്നും ഇടപെടാതെ ഭക്ഷണം മാത്രം കഴിച്ച് ഉറങ്ങി മരിച്ചു പോകുന്ന ആളുകളെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ നിലനിൽപ്പിയം എന്ന് പറയുന്ന കഥയിലെ VKN പരിഹസിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്, നമുക്ക് ആ ചോദ്യം കൂടി ഒന്ന് നോക്കാം. പാനൽ ചർച്ച. നിലനിൽപ്പിയം, പ്രത്യാശയുടെ കിരണങ്ങൾ എന്നീ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുടെ സമാനതകൾ എന്തെല്ലാം? ഇവ പ്രയോജനപ്പെടുത്തി മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കുക. ചുവടെ കൊടുത്ത ചിത്രം കൂടി പരിചയപ്പെടുത്തുമല്ലോ. അപ്പോൾ അതാണ് ഒരു ചിത്രം നോക്കൊരു ബർഗർ അല്ലേ, ബർഗറുണ്ട്. പിന്നെ അവിടെ എന്താണ്, ബർഗറിന് വയ്യാത്തപ്പോൾ എന്തോ ഇട്ടിരിക്കുന്നത്, ട്രിപ്പ് ഇട്ടിരിക്കുക. ട്രിപ്പിനകത്ത് എന്തോ കിടക്കുന്നത്, കുറച്ച് പച്ചക്കറികളാണല്ലേ, നമ്മുടെ നാടൻ പച്ചക്കറികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ ചിത്രവും നമ്മുടെ പാഠഭാഗവും ഒക്കെ വെച്ചിട്ട് ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചർച്ചയിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി വേണം ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ടീച്ചർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാതൃകയായിട്ട് കുറച്ച് പോയിന്റുകൾ, വളരെ കുറച്ച് പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണ്, പാഠഭാഗം നന്നായി വായിച്ച് ഈ ചിത്രമൊക്കെ നോക്കി നിങ്ങളുടെ അറിവുകളൊക്കെ വെച്ച് നിങ്ങളും കൂടെ എന്ത് ചെയ്യണം, കുറച്ച് പോയിന്റുകളും കൂടെ ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ട് വേണം നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുക. അപ്പോൾ ടീച്ചർ തന്നിരിക്കുന്ന പോയിന്റുകൾ നോക്കി. കൃഷി ചെയ്യാൻ വിമുഖത കാണിക്കുന്ന പുതുതലമുറ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. അതായത് കൃഷിയോട് താല്പര്യമില്ലാത്ത പുതിയ തലമുറ അല്ലേ, കൃഷി ചെയ്യാൻ താല്പര്യമില്ല, എല്ലാവരും എന്താണ് വൈറ്റ് കോളർ ജോബ് മാത്രം അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ കൃഷിയൊന്നും ഇല്ലാതെ വരുന്നു. അപ്പോൾ കൃഷി ഇല്ലാതെ വരുമ്പോഴല്ലേ നമുക്ക് നല്ല പച്ചക്കറികളൊന്നും കിട്ടാതെ വരുന്നേ. അപ്പോൾ പഴയ തലമുറ എന്ത് ചെയ്യായിരുന്നു, കുറച്ച് സ്ഥലമാണുള്ളതെങ്കിൽ പോലും അവരവരുടെ വീടുകളിലൊക്കെ കൃഷി ചെയ്യാമായിരുന്നു. അപ്പോൾ പുതുതലമുറയ്ക്ക് എന്തില്ല, കൃഷിയോട് താല്പര്യമില്ല. നിങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്താണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കീടനാശിനികളും വിഷപദാർത്ഥങ്ങളും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം അതാണ്. നമ്മൾ നല്ലതാണെന്ന് വെച്ച് കഴിക്കുന്ന പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും എല്ലാം എവിടെ നിന്നാണ് വരുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ നാടൻ പച്ചക്കറികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പച്ചക്കറികളൊക്കെ എന്താണ്, നമുക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള എന്താണ് ചന്തകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുമായിരിക്കും. പക്ഷേ മിക്കവാറും ഉള്ള പച്ചക്കറികളെല്ലാം തന്നെ, അതായത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മിക്കവാറും പച്ചക്കറികളെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കീടനാശിനികളും വിഷപദാർത്ഥങ്ങളും ഒക്കെ അടിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കിങ്ങനെ വാർത്തകളിലൊക്കെ കാണാം, നിരോധിക്കപ്പെട്ട പല കീടനാശിനികളൊക്കെ അടിക്കുന്ന പച്ചക്കറികളാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു, നമ്മളിത് അറിയാണ്ട് ഇത് എന്ത് ചെയ്യുന്നു, അറിയുന്നെങ്കിൽ പോലും നമുക്ക് വേറെ വഴിയില്ല, നമ്മളിവിടെ കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് മേടിച്ച് കറി വെച്ച് കഴിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ, പാക്കറ്റ് ഫുഡുകളോടുള്ള അമിതമായ താല്പര്യം. അപ്പോൾ ഈ പാക്കറ്റുകളിലൊക്കെ വരുന്ന ഫുഡൊക്കെ നമ്മൾ വാങ്ങി കഴിക്കാറില്ലേ, നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ അതുപോലുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കത്തില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ കഴിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താണ്, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതും എന്താണ്, നമ്മുടെ ആരോഗ്യത്തെ ഇങ്ങനെ ക്ഷയിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്ഥിരമായ ഹോട്ടൽ ഭക്ഷണം. അപ്പോൾ സ്ഥിരമായ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നത് എന്ത് ചെയ്യുന്നു, ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിനോട് നമുക്ക് രുചിയും മണവും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട്, നിറമൊക്കെ കൂടാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്താണ്, പലതരത്തിലുള്ള രാസവസ്തുക്കളൊക്കെ ചേർത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായി ഇത് കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്.
കൃത്യമായ വ്യായാമം ഇല്ലായ്മ. അപ്പോൾ നമുക്ക് എന്താണ് നല്ല എന്താണ് ഭക്ഷണമൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കും, കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തില്ല, കൃത്യമായ വ്യായാമം ഇല്ല. കാരണം കൂടുതൽ ആളുകളും എന്താണ് ഇരുന്നുള്ള ജോലികളൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് അവർക്ക് അതുകൊണ്ട് നല്ല വ്യായാമത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ശരീരത്തിന് എന്ത് ചെയ്യുന്നില്ല, കൃത്യമായി വ്യായാമം കിട്ടാതെ വരുന്നു. അപ്പോൾ ഇതെന്തിന് കാരണമാകും, പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും. അടുത്ത പോയിന്റ് എന്താണ്, വിശപ്പിന് വേണ്ടി അല്ലാതെ സന്തോഷത്തിന് വേണ്ടിയുള്ള ഭക്ഷണം. അതായത് ഇപ്പം ഈ ഓൺലൈൻ ഡെലിവറിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താണ്, പലരും വിശക്കുമ്പോൾ മാത്രമാണോ കഴിക്കുന്നത്, അല്ല. അപ്പോൾ ഒരു ഷവർമ കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു മന്തി കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വെറുതെ അങ്ങ് ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുതരും, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് മേടിച്ച് കഴിച്ചാൽ മതി. പക്ഷേ അങ്ങനെ കഴിക്കുന്നത് നമ്മുടെ വിശപ്പിന് വേണ്ടിയല്ല നമ്മളവിടെ കഴിക്കുന്നത്, ഇത് നമ്മുടെ എന്താണ് മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയൊക്കെ നമുക്ക് കഴിക്കാം. പക്ഷെ നമ്മൾ സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമ്മുടെ ശരീരത്തെ വളരെയധികം മോശമായിട്ട് ബാധിക്കും. നമ്മൾ വളരെ വല്ലപ്പോഴും ഒക്കെയാണ് നമ്മൾ അങ്ങനെ കഴിക്കുന്നെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ വിശന്നിരിക്കുമ്പോൾ കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ നമുക്ക് ഭക്ഷണം ഉണ്ടായിരിക്കും, നമ്മളത് കഴിച്ചിട്ടും എന്ത് ചെയ്യുന്നു, ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് വാങ്ങി കഴിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണ് അധികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പൊണ്ണത്തടിയാവാം, അല്ലെങ്കിൽ ഷുഗർ ആവാം, ഇങ്ങനെയുള്ള ഓരോരോ ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്ക് വരും. അടുത്ത നോക്കൂ, കായിക അധ്വാനം കുറഞ്ഞ ജോലികൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും എന്താണ് ഇരുന്നുള്ള ജോലികളൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് അല്ലേ. ഇപ്പം പഴയതുപോലെ കായികാധ്വാനം കൂടിയ ജോലികളൊന്നും ചെയ്യും ഇന്നത്തെ തലമുറയിലെ ആളുകൾ പോകുന്നില്ല. അപ്പം ഒന്നാമത് വ്യായാമം ചെയ്യുന്നില്ല, അപ്പോൾ കായികാധ്വാനം കുറഞ്ഞ ജോലികളും ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. മോശമായ ഭക്ഷണശീലങ്ങൾ, അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് നമ്മളുടെ ഇത്തരത്തിലുള്ള ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക അല്ലേ, നമ്മൾ 3 നേരം കഴിക്കുന്ന അല്ലെങ്കിൽ 4 നേരം കഴിക്കുന്നതിന് പകരം എന്താണ് 5 നേരമോ 6 നേരമോ കഴിക്കുക. അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് കഴിക്കാതിരിക്കുക അല്ലേ, രാവിലത്തെ ഫുഡ് കഴിക്കാതെ അതെല്ലാം കൂടെ ചേർത്ത് ഉച്ചയ്ക്ക് കഴിക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് വൈകുന്നേരം എടുത്ത് കഴിക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ സമയത്ത് ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കുന്നതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ കണ്ടെത്തിയിട്ട് ചർച്ചയിൽ പങ്കെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മലയാളം സെക്കൻഡിലെ 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റ് ഫുള്ള് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. ഇതിൻ്റെ ബാക്കി ചാപ്റ്ററുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. താങ്ക് യു കൂട്ടുകാരെ.